നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങളൊക്കെ പറയുന്ന പോലെ എന്റെ ജീവിതം ഞാൻ തന്നെ തെരഞ്ഞെടുത്തേ. അതിൽ പാകപ്പിഴകൾ ഉണ്ടായി സഹിക്കേണ്ടത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാ. അത് തന്നെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നശിച്ച പ്രേമത്തിനും കല്യാണത്തിനും മുമ്പ് മനസ്സമാധാനത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നതാ ഞാൻ. അത്ര വലിയ ബന്ധത്തിനൊന്നും യോഗ്യതയില്ലാന്നും മനസ്സിലാക്കി പലവട്ടം ഒഴിഞ്ഞു മാറാൻ നോക്കിയതുവാ ഞാൻ. എന്നിട്ടും അയാള് വിട്ടോ? വഴക്കും ബഹളവും ഇല്ലാത്ത ഒരു ദിവസവും ഇല്ല. ആദ്യമൊക്കെ ഞാൻ കരുതിയത് അയാളുടെ അമ്മയും അമ്മാവനും ആ പ്രശ്നത്തിനൊക്കെ കാരണമെന്നാ. അവരൊഴിഞ്ഞു പോയപ്പോ അയാൾ തുടങ്ങി പുതിയ പ്രശ്നങ്ങള്. ആ അമ്മയുടെ മകനല്ലേ, എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും അയാൾക്ക് അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റൂ. മോളെ, നീ ഇങ്ങനെയൊന്നും പറയാതെ. ഇത്രയും കാലം ഞാൻ നേരിട്ട് അനുഭവിച്ച കാര്യം അമ്മയെ പറയുന്നേ. അമ്മയും കൂടി സാക്ഷിയാണല്ലോ പലതിനും. ഒരു താലി കെട്ടാൻ തല കുനിച്ചു കൊടുത്തു. അത് മാത്രമാ ഞാൻ ചെയ്ത തെറ്റ്. പക്ഷേ അതിന്റെ പേരിൽ ജീവിതകാലം മുഴുവൻ ദുരിതം ചുമക്കാൻ ശാരിയെ കിട്ടില്ല അമ്മേ. അതുകൊണ്ട് തന്നെയാ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. കാഴ്ചയില്ലാത്ത കണ്ണുകളാ, അധികം കരയിപ്പിക്കരുത്. മോളെ വേണ്ട, തൊടണ്ട. മോളെ, ഞാനൊരു അഭിപ്രായം ചോദിച്ചെന്നല്ലേ ഉള്ളൂ. നിന്നെ ഇത്രയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് മറന്നു കളഞ്ഞേക്ക്. അങ്ങനെ അമ്മ ചോദിച്ചിട്ടേ ഇല്ല. കാഴ്ച പോയത് എനിക്കൊരു സന്തോഷമുള്ള കാര്യം അമ്മേ. ഇനിയൊരു വട്ടം കൂടി ആ മുഖം എനിക്ക് നേരിൽ കാണണ്ടല്ലോ. കാഴ്ച കിട്ടുമ്പോ ആ മുഖം നേരിൽ കാണുന്നെങ്കിൽ എനിക്ക് കാഴ്ച കിട്ടുകയും വേണ്ട. ഷാരിക്ക് മുമ്പുണ്ടായിരുന്ന ആ ചെറിയ ലോകം തന്നെ മതി. അയ്യോ വലിയച്ചി ഇങ്ങോട്ട്. തുടരു തന്നെ. വലിയച്ചി കണ്ടുപോയെങ്കിലും ആരുടെ സഹായം ഇല്ലാതെ ജീവിക്കണമല്ലോ. ദേ, ആരും എന്റെ പിന്നാലെ വരരുത്. അയ്യമ്മേ, വേണ്ട, ആരും വരണ്ട. രാജിയോട് പറയാം ഇവിടെ വന്ന് നിനക്ക് കൂട്ടുകിടക്കാൻ. രാജിയമ്മയുടെ അടുത്ത് ചികിത്സിക്കാൻ അവളെ ഞാൻ തന്നെ കൊണ്ടുപോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.